അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണുവാനുള്ള വെപ്രാളത്തിൽ അതാ ഷമ്മാസ് വേഗത്തിൽ കാറോടിച്ച് പോവുകയാണ്. അല്ലാ പഠിച്ചോനെ, ഉമ്മ കുഞ്ഞിനെ കൊണ്ട് ബുദ്ധിമുട്ടായാവോ രണ്ടാളും കൂടെ. അതിനിടയിൽ മറ്റേ താത്തയുടെ വരവും എല്ലാം കൂടെ റബ്ബേ, എൻ്റെ ഉമ്മാക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവരുതേ അല്ലാ. ഷമ്മാസ് വളരെയധികം സ്പീഡിൽ കാർ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഐഷുമ്മ ഷമ്മാസിൻ്റെ കുഞ്ഞിനെ എടുത്ത് നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് റുക്യാത്ത തേക്കലെല്ലാം കഴിഞ്ഞ് എടീ തേങ്ങാപ്പാൽ പിഴിഞ്ഞിക്കണോ? ഏ തേങ്ങാപ്പാൽ കുറച്ച് നല്ലോണം പച്ചമഞ്ഞളിലേ കുത്തിയെടുത്താലേ നല്ലോണം ഇട്ട് നമ്മളെ തൊലിക്കൊക്കെ നല്ലതാണ്. പച്ചമഞ്ഞളും തേങ്ങാപ്പാലും രണ്ടും കൂടി ഒന്നും ഇങ്ങോട്ട് മിക്സിയിൽ അടിച്ചാലും മതി. അല്ലി ഒന്നാണ്ട് കുന്താണിയിലിട്ട് കാണ്ട് പച്ചമഞ്ഞളൊന്നും ചതച്ച് കാണ്ടേ കുറച്ച് തേങ്ങൻ്റെ പാലെടുത്ത് കാണ്ട് തേച്ചാൽ നല്ലതാണ്. റുക്യാത്ത അങ്ങോട്ട് കടന്നു വന്നു. അത് ഞാനിപ്പോൾ ആയിക്കോട്ടെ, ഞാൻ ചെയ്തുതരാം. എൻ്റെ അടുത്ത് കുട്ടിയാണേ അവിടേക്ക് ഞാൻ എന്നാലുണ്ട് ഐഷോ എന്നെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചത്. വല്ലാത്തൊരു പുതുമന്നെയാണ് ഇപ്പത്. അല്ലടി പെറ്റിട്ട് ഇപ്പം എത്ര ദിവസം ആയിക്കണ്? ഇത്ര ദിവസമായ സ്ഥിതിക്ക് ഇപ്പോഴും ആരെങ്കിലും ഇങ്ങനെ തേച്ചുള്ളിയൊക്കെ കൊടുക്കുമോ? എന്താ എൻ്റെ കഥ? ഓളിപ്പോൾ ഓൾക്ക് എത്ര ദിവസം അയക്കണ പറ്റിട്ടോള്? 40-60 കഴിഞ്ഞിക്കണില്ലേ? അങ്ങനത്തോലെ പിന്നെ ഇപ്പോൾ എൻ്റെ പൊന്നാര റുക്യാത്ത, എൻ്റെ മരുക്കളായാലും മക്കളായാലും ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്നു. പക്ഷെ ചിലവർക്ക് ചില സമയത്ത് ഓരോ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, മനസ്സൊക്കെ ഒരു ഇടങ്ങാറാണ്. എന്നാലും ഞാൻ ദ്വാരക്കൽ പഠിച്ചോനെ, എൻ്റെ മരുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ കെട്ടിക്കൊടുന്നാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും ഒരേ കണ്ണുകൊണ്ട് കാണണം. ഒരാളെ നല്ല സ്നേഹം മറ്റവരോട് അത്ര ഇല്ല, അത് പാടില്ലല്ലോ. എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. എൻ്റെ നുസൈബയാണെങ്കിലും എൻ്റെ ഫസീലയാണെങ്കിലും ഇനി സൗദയാണെങ്കിലും ഇനിയിപ്പോൾ കെട്ടിക്കൊണ്ടുവരാൻ പോണ മുന്താസ് ഉണ്ട്. അത് സെറ്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ കൂടെ. അത് എന്നയിക്കണേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പൗഡല്ലേ. ഇനിയിപ്പോൾ യുദ്ധം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്താ ഇങ്ങോട്ട് വരുക? അവൾക്ക് പിന്നെ കണ്ടമാനം ബിസിനസ് ഉണ്ട്. ഏതായാലും ഓല കാര്യങ്ങൾ എൻ്റെ മോനാണ് ഇപ്പോൾ നോക്കി നടത്തുന്നത്. അതായത് പാർട്ട്ണർഷിപ്പാണ്. എന്നാലും സ്വന്തം മോനെ പോലെ എൻ്റെ ഫൈസലിനെ കാണുന്നത്. അപ്പം ഞാനും വിചാരിച്ചു വയസ്സായ അമ്മയും ബാപ്പയൊക്കെ അല്ലേ. അപ്പോൾ ഒരു ആങ്ങളുണ്ടേനു. ആങ്ങളെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു കുവൈത്തുനിന്നേ ഒരു പരിപാടിക്ക് പോയതാണല്ലോ. പരിപാടിക്ക് 3 വയസ്സാണല്ലോ. പരിപാടിക്ക് പോയപ്പോൾ അങ്ങോട്ട് കൈ വിട്ടു പോയി. ആൾക്കാർക്കല്ലേ ഈ എക്സ്പോൻ്റെ ഒക്കെ മാറി ഉണ്ടാവൂലേ, അങ്ങനെ എൻ്റെ പൊന്നാരെ കൈ വിട്ട് പോയിൻ്റെ ശേഷം ഈ കുട്ടീനെ തെരഞ്ഞ് വെച്ച് ബാപ്പയും ഇമ്മയും കണ്ണീരോട് കണ്ണീര് ഉള്ള സ്റ്റേഷനിലും അവിടെയും ഇവിടെയൊക്കെ പരാതി കൊടുത്ത്. എന്തൊക്കെ തന്നെയാലും ആ കുട്ടി നഷ്ടപ്പെട്ട്. പിന്നെ ഉണ്ടായതാണ് ഈ മോള് മുംതാസ്. ഈ മുംതാസിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരു ആറ്റുനോറ്റുണ്ടായ ഒരു കുട്ടിയാണല്ലോ. പിന്നത് മൂത്ത് പോയില്ലേ, മൂത്ത ആങ്ങളെ പോയിൻ്റെ ശേഷം അവൾക്ക് വല്ലാത്ത ഇടങ്ങാറതിന്. ആ തന്തൻ്റെയും തള്ളൻ്റെയും കണ്ണ് എപ്പോഴും നിറഞ്ഞുകൊണ്ടേനു. കാരണം അല്ല കുട്ടീനെ വിചാരിച്ചിട്ട് 3 വയസ്സ് തന്നപ്പോൾ ഇങ്ങനെ ഒന്നുകൊണ്ട് ബുദ്ധി വെച്ചിങ്ങോട്ട് വരുന്നൊരു നേരല്ലേ. കൈവിട്ടാണ് പോവല്ലേ. പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ പഠിച്ചോനെ അള്ളാഹു കാക്കട്ടെ റബ്ബേ. അതെനിക്ക് കുട്ടികളെ കാര്യത്തിൽ ബേജാറാണ്. എൻ്റെ ഈ 2 മക്കളും എനിക്ക് പേടിയാണ് പഠിച്ചോനെ അല്ലാ. ആ പ്രായത്തിലൊക്കെ കണ്ട് ആരെങ്കിലും എടുത്തു കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞാൽ എന്തേക്കാരും എൻ്റെ ഒരു വേദന അല്ലേ. മനസ്സൊക്കെ വല്ലാത്ത വേദനയും വിഷമവും പ്രയാസവും. ഏതായാലും പഠിച്ചവന് അള്ളാഹു ക്ഷമ കൊടുത്തതുകൊണ്ട് അങ്ങനെ ഒരു ജീവിച്ചു പോയി. പൊന്നാരെ, ഇതൊന്നും ഇപ്പം ഞാൻ അറിഞ്ഞില്ലല്ലോ. പൊന്നാരൻ്റെ റുക്കിയ ഇതൊക്കെ പറയാൻ എനിക്ക് നേരം വേണ്ടേ? നമ്മൾ വേറുള്ളവർ അതും ഇതും പറഞ്ഞ് നടക്കും. ഇങ്ങനത്തെ വേദനാജനകമായ കഥകൾ പറയുമ്പോഴേ അങ്ങനെ എന്തൊക്കെ തന്നെയാലും അല്ലടി ഇഞ്ഞിട്ടിപ്പോൾ എന്തായി ആ കുട്ടിനെ പിന്നെ പടച്ചോന് വിചാരിച്ച എത്ര ഉള്ളൂ കേട്ടോ. എന്തിയേ പെണ്ണ് കാണാൻ വന്നില്ലേ? പെണ്ണ് കാണാനോ? സ്വന്തം ആങ്ങളാണ്, അറിയില്ലല്ലോ. ഓല് വലിയ ബിസിനസ്സുകാർ, ഡോക്ടറാണ്. ആങ്ങളെ ഡോക്ടറാണ്, പിന്നെ വലിയ ബിസിനസ്. അപ്പോൾ ഏതോ ഒരുത്തർക്ക് കിട്ടിയിട്ട് ഈ കുട്ടിനെ കൈമാറ്റം ചെയ്ത് പോയതാണ്. ഇത്രയും പൈസ എടുത്തുകാണ്ടേ, ഇത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പ്യ എടുത്തുകൊണ്ട് വാങ്ങിക്കാണ്ട് ഇവർ പൊന്നുപോലെ നോക്കിക്കണേ. ഇവിടെ സ്വന്തം അമ്മയും ബാപ്പയും നരകത്തിൽ കഴിയണ പോലെ അല്ലേ. ഏതായാലും അൽഹംദുലില്ലാ പഠിച്ച റബ്ബിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ കുറേ പഠിച്ചവനോട് എന്ത് തോരുന്നാലും പഠിച്ചോ ഒരു കാലത്തിന് ഉത്തരം തരുന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഓളെ ജീവിതം. ഏതായാലും ഓളെ പെണ്ണ് കാണാൻ വന്നു.
പെണ്ണ് കാണാൻ വന്ന് ഓല് പുതിയണ്ണൊക്കെ പോയി. എന്തൊക്കെ തന്നെ ലിബൽക്ക് മനസ്സിൽ ഓൽക്ക് ഒന്നുമല്ല, ഒരു മാപ്പിളയും പെണ്ണുങ്ങളും എന്നുള്ളതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു എന്താ പറയുക ആങ്ങളെയും പങ്ങളുള്ള ടച്ചബിൾ തമ്മിൽ എത്രയായിട്ട് ഓല് ഭയങ്കര സ്നേഹവും അതും ഇതും. ഏതായാലും കണ്ടറിഞ്ഞ് വന്നപ്പോത്തിന് പിന്നെ മനസ്സിലായി നഷ്ടപ്പെട്ട മോഹനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഏതായാലും വല്ലാത്തൊരു അനുഭവമാണത്. ശരിക്കും അനുഭവം. 28 വയസ്സൊക്കെ അയക്കണ്. അതിൻ്റെ ശേഷം 3 വയസ്സിൽ പോയ കുട്ടി 28 വയസ്സിൽ അങ്ങോട്ട് കണ്ട് മുട്ടി. ഇങ്ങനെയൊക്കെയാണ് അല്ലേ റബ്ബേ. ഏതായാലും വല്ലാത്തൊരു പുതുമ. അല്ലടി എന്നിട്ടിപ്പോൾ എൻ്റെ മോൻ്റെ ഓളിയും കല്യാണം എൻഗേജ്മെൻ്റ് കഴിഞ്ഞിരിക്കണ്. ഇവിടെ നിന്നാണ് ചെന്നിട്ട് അങ്ങോട്ട് കല്യാണം ആക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കണ്. ഏതായാലും ഇൻഷാ അല്ലാഹ്. അങ്ങനെയൊക്കെയാണ് അല്ലേ. അല്ലടി ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ അല്ല ഇവളിപ്പോൾ ഇത്രയും ആയില്ലേ, മണ്ടിമായി നടക്കണമൊക്കെ ഉണ്ട്. അല്ല ഇപ്പോൾ ഒരു ഇങ്ങനെ കുളിപ്പിച്ചൊക്കെ മാണമെന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഒന്നെന്നാണ്ട് അല്ല എനിക്ക് തൃപ്തിയുള്ളൂ കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ ഒരു 10-20 പീസല്ല ഒരു 4 പീസും വിളിച്ചാലും എനിക്ക് എന്താണ് ലാഭമാണ്. കാരണം ചട്ടയും മുണ്ടിൻ്റെ പൈസ ആയിട്ടും കുട്ടീനെ കുളിപ്പിച്ച പൈസ ആയിട്ടും കുട്ടീനെ തോറ്റിയ പൈസ ആയിട്ടും അത് ആ കണക്കും കജ്ജിനും ഞാനാണ് വാങ്ങും. അതിനിപ്പോൾ ഒരു 3 ദിവസം കുളിപ്പിച്ചാൻ വരികയാണെങ്കിലും എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം. അങ്ങനെയാണ്. അപ്പം ഞാൻ പിന്നെ ഇതിനാണ്ട് ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്കിപ്പോൾ തൃപ്തിയാണ് ഇതൊക്കെ. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിട്ട് പറയല്ല അല്ലേ. ഇങ്ങനെയൊക്കെ പറ്റി കെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ഇതും ഇല്ലാതെ ഇങ്ങനെ എൻ്റെ പൊന്നാരൻ്റെ റുക്കിയ അന്നെ ഏൽപ്പിച്ച പണിച്ചെടുത്തോ, അനക്കുള്ള പൈസ ഞാൻ തരും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ എല്ലാ മക്കളും മരുക്കളും ഒരുപോലെ തന്നെയാണെന്ന്. ഒരാളായിട്ട് മാറ്റം കാട്ടാൻ പാടില്ല. എടീ ഇനിയിപ്പോൾ ഒരു പെണ്ണ് കെട്ടിയെന്ന് വിചാരിച്ചോ, ഒരുത്തനൊരു 2 പെണ്ണ് ഒരു പുതിയണ്ണുണ്ട്, വേറൊരു പെണ്ണിനെ കൂടി കെട്ടിയെന്ന് വിചാരിച്ചോ. അങ്ങനെ ആകുമ്പോൾ 2 ഭാര്യമാരും ഒരുപോലെ നോക്കിയില്ലെങ്കിൽ ഇതാ നമ്മൾ കിയാമത്ത് നാളിലേ പിന്നെ നമ്മൾ നീച്ചാണ് പോവുമല്ലോ മൈഷറേക്ക്. അപ്പോൾ പോണ സമയത്ത് ഒരു ഭാഗം ചെരിഞ്ഞവനെ പോലെ ആയിരിക്കുന്നു. അപ്പോൾ പെണ്ണ് കെട്ടുകയാണെങ്കിലും തന്നെ 2 എണ്ണത്തിന് ഒരുപോലെ നോക്കണം. മാറ്റം കാട്ടിക്കഴിഞ്ഞാൽ പൊന്നാരെ ചെരിഞ്ഞവനായിട്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിപ്പോൾ മക്കളെയും മരുക്കളും കാര്യത്തിന് അങ്ങനെ തന്നെ കാര്യം. മക്കളായാലും മരുക്കളായാലും ഒക്കെ നമ്മൾ ഒരുപോലെ കാണുന്ന പോലെ ഓരോനക്ക് ഒരു കുട്ടിക്ക് നല്ലോണം കൊടുക്കണം, മറ്റവനക്ക് കുറവ് കൊടുക്കണം, അങ്ങനത്തെ ഒരു ചിന്താഗതി പാടേ ഇല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളും തോളും കയ്യും കാലൊക്കെ ചെരിഞ്ഞുകാണ്ടൊക്കെ അങ്ങോട്ട് പോകേണ്ട അവസ്ഥ വരും. എനിക്ക് പേടിയാണ് അടി. ഇപ്പം കഴിഞ്ഞില്ല, ഒന്ന് പൊരുത്തെ പഠിപ്പിച്ചാൽ പോലും ഞമ്മക്ക് ഒഴിവില്ലല്ലോ. ഏതായാലും അടി ഇങ്ങനെയൊക്കെ ആയി കിട്ടി പഠിച്ചോനെ അൽഹംദുലില്ലാ. അല്ല ആ പച്ചമഞ്ച ഞാൻ ശരിയാക്കി തരാം. അപ്പോഴേക്കും ഷമ്മാസിൻ്റെ കുഞ്ഞ് പാവൻ്റെ കുട്ടി ഉറങ്ങി തൂങ്ങിക്കണ്. അത് ഐഷുമ്മ അവരെ ആട്ടുതൊട്ടിൽ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടു. പതുക്കെ ഒന്ന് ആട്ടി. റബ്ബേ എൻ്റെ കുട്ടീനെ നീ കാക്കല്ല. ഈ സമയം തന്നെ അതാ ഐഷുമ്മ നേരെ തോട്ടത്തിലേക്ക് ഇറങ്ങി. ആയിഷുവോ അനക്ക് ഇന്ന് ഗതികേടാണെങ്കിൽ നാളെ ആയാലും മതിയടി ട്ടാ, ഇന്നിങ്ങോട്ട് പോരെ ചെന്നാലേ. അല്ലേ ഇവിടെയൊക്കെ കണ്ടമാനം പച്ചമഞ്ഞൾ കെടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഞാൻ എൻ്റെ ഷാമോനോട് പറഞ്ഞു, പൊന്നാരെ നമ്മൾ ഈ പുറത്തുനിന്ന് മഞ്ഞപ്പൊടി വാങ്ങേണ്ട ഒരു ആവശ്യമില്ല, ഇവിടെ കണ്ടമാനം ഓലെ വാപ്പുള്ളന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ എന്താട്ടോ അതിങ്ങനെ കുത്തി കളിച്ചുകൊണ്ട് എടുക്കുമ്പോൾ ഒരു വിത്ത് അതിലുണ്ട് ഇട്ടേക്കും. എന്നാൽ പിന്നെ അടുത്ത മഴക്കാലാകുമ്പോഴത്തേനും ഉണ്ടായി. വളമും കാര്യങ്ങളൊന്നും ഇടലില്ല, എന്നാലും ഉണ്ടാവും നല്ല പച്ചമഞ്ഞളാണ്. അതും തേങ്ങാപ്പാലും അല്ലേ. എന്നാലേ ഇങ്ങോട്ട് വാ, ഇജിപ്പം അവിടെ നിൽക്കട്ടെ. ഞാൻ ഇപ്പോൾ തൽക്കാലം കോയമ്പായിട്ട് ഞാനാണ് തേച്ച് കുളിപ്പിച്ചോളാം. അതേപോലെ ബദാം ഓയിൽ വെച്ചിട്ടൊരു ഓയിലുണ്ട്, അതും തേച്ചാൽ നല്ലതാണ്. പിന്നെ വെന്ത വെളിച്ചെണ്ണ ഉണ്ട്, അതെന്ന് വെച്ചാൽ നല്ല തേങ്ങ ചിരണ്ടിക്കാണ്ട് പാലെടുത്തുകാണ്ട് തിളപ്പിച്ച അതൊക്കെ ആയിക്കഴിഞ്ഞാൽ പെണ്ണിന് നല്ലതാണ്, കുട്ടിക്കും നല്ലതാണ്. എന്തേ എന്നാലേ എന്നാൽ നാളെ ആക്കല്ലേ. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. അങ്ങനെ അതാ നേരെ റുക്കിയാത്ത അവളുടെ അരികിലേക്ക് പോയി. എടി സൗദ, റുക്കിയാത്ത എന്തായി തേങ്ങാപ്പാലും പച്ചമഞ്ഞളും കിട്ടിയാ? എൻ്റെ പൊന്നാര പെണ്ണെ അതൊക്കെ കിട്ടാൻ കുറച്ച് പണിയാണ്. നുസൈബാക്കാണ് ഈ മണ്ടീൻ. നുസൈബാക്കാണെങ്കിൽ പാഞ്ഞുകാണ്ട് കൈക്കോട്ട് ഏറ്റി കുത്തി കളിച്ചുണ്ടാക്കിക്കാണ്ട് അരച്ചുകാണ്ട് ഇവിടെ കൊടന്ന് വെച്ച്. ഇതാണ്ട് പോകാനുള്ള ഇതൊന്നും വലിയതൊന്നും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇനി മാണ്ട നിങ്ങൾക്ക് നാളെ ആക്കാം എന്ന് പറഞ്ഞേക്കാണ്. മാറ്റം കാട്ടലിനെ പറ്റി വലിയ പ്രസംഗമൊക്കെ എന്നോട് പ്രസംഗിച്ചിട്ട് ഇപ്പോൾ കണ്ടില്ലേ നുസൈബാക്കാണ് എപ്പോൾ മണ്ടിപ്പാഞ്ഞ്. ഏതായാലും
അല്ലാ, നമുക്ക് ഇന്ന് ഇതായിട്ടാണ് ഇതാക്കാം. ഇന്ന് ഏതായാലും ഇനിയിപ്പോൾ നാളേക്കൊക്കെ ഞാൻ ആക്കിയേക്കാൻ പറയാം കേട്ടോ. പിന്നീട് ഈ ബദാം ഓയിൽ വെച്ചിട്ട് ഓയിലുണ്ടാവും. ഉമ്മാനോട് ഞാൻ പറഞ്ഞേക്കണ് അത് കൊണ്ടുവച്ചുകൊണ്ട് നല്ല വിലയാണ്. അത് ഷമ്മാസിനോടായിട്ടൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞാണ്ടി. അത് തേച്ച് കുളിച്ചാലും കൊണ്ട് സുന്ദരിയാവും ചെയ്യും. കുളിച്ചണം എന്നില്ല, വെറുതെ ഒന്നും മുഖത്തൊക്കെ തേച്ച് കൈയും കാലുമ്പോഴും തേച്ചാൽ തന്നെ നല്ല മട്ടത്തിൽ നല്ലോ നിറം വെക്കും കേട്ടാ. അങ്ങനെ ഏതാ അവർ വീണ്ടും ഉഴിച്ചിൽ തുടങ്ങി. പുറത്ത് കാറിൻ്റെ ശബ്ദം. ഷമ്മാസ് അടുക്കള ഭാഗത്തു കൂടി ഓടിയെത്തി. ഉമ്മ, എന്താ മോനെ ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ കിതക്കണത്? അല്ലുമ്മ, എവിടെ മക്കളെവിടെ? അതാ പാവം എൻ്റെ കുട്ടി ഇപ്പം നേരെ ഞാനത് തൊട്ടി കൊണ്ടേ ഇട്ടിക്കണ്. ഇങ്ങനെ കണ്ണും മാളുന്നുണ്ട് കുഞ്ഞേ. എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ്. അത് കണ്ടപ്പോൾ എൻ്റെ നുസി പഠിക്കാൻ പോകണം നിൻ്റെ നിർബന്ധമാണ്, എന്നാലും പഠിച്ചോനെ കരഞ്ഞിടങ്ങാറാക്കിയിട്ടൊന്നുമില്ല കേട്ടോ മോനെ. എന്നാൽ ഷമ്മാസിന് അത് കേട്ടപ്പോൾ സങ്കടം വന്നു പോയി. അല്ല ഉമ്മാക്ക് ബുദ്ധി ഇല്ല മോനെ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. എൻ്റെ മക്കളെന്നല്ല നിങ്ങളൊക്കെ. ആ പിന്നെ ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടി നമ്മളെ താഴത്തെ കണ്ടത്തിൽ പച്ചമഞ്ഞളില്ലേ, ആ ഉമ്മ ഉണ്ടല്ലോ, എൻ്റെ കുട്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കടന്നലുത്തിയാലും തേനീച്ചെത്തിയാലൊക്കെ പറിച്ച് കൊണ്ടുവരില്ല അവിടുന്നല്ലേ. മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കളക്കാൻ പറഞ്ഞു, പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് പിന്നെ അവിടെ കിടന്നു. ഉമ്മാൻ്റെ കുട്ടി കുറച്ച് പച്ചമഞ്ഞൾ അവിടുന്ന് കിട്ടുമോ നോക്കണം കേട്ടോ. കുറച്ച് പച്ചമഞ്ഞളും അതേപോലെ തേങ്ങാപ്പാലും. ഉമ്മ അത് എൻ്റെ മൂത്തച്ചിക്കനാണ് സൗദക്കേ, ഓൾക്ക് കുറച്ച് നിറം കൂടണം എന്നാണ് പറയണത്. അപ്പോൾ ഒത്താച്ചി പറഞ്ഞുണ്ട്. അങ്ങനല്ലേ. എന്നാൽ ഷമ്മാസ് അതിനൊന്നും ഒരു എതിർപ്പും പറഞ്ഞില്ല. കാരണം അവന് എല്ലാവരും നന്നായിക്കോട്ടെ എന്നുള്ള ചിന്താഗതിയാണ്. ഒരാളോട് വേണ്ടെന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ അത് ഷമ്മാസ് വന്ന വഴി തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങി. ഉമ്മ, അവിടുത്തെ ആ പിക്കാസ് എവിടെ മോനെ? ആ വിറക് പരിയിലുണ്ടാവും, അവിടെ പോയോക്ക്. കിട്ടിയുമ്മ. അങ്ങനെ അത് ഷമ്മാസ് താഴെയുള്ള തോട്ടത്തിലേക്ക് ഇറങ്ങി. അവൻ ആഞ്ഞു കൊത്തി. ഉണ്ട്, നല്ല പച്ചമഞ്ഞളുണ്ടല്ലോ. കുറച്ചധികം തന്നെ അവൻ എടുത്തു. അല്ലാ, എന്തൊരു വെയിൽ! ഭയങ്കര വെയിൽ. അവൻ പെട്ടെന്ന് അത് ഒരു കവറിലേക്കിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഉമ്മ, മോനെ കൊടന്നോ? നല്ല കാതിലുള്ള സാധനമാണല്ലടാ, നല്ലോണം കിട്ടിയിക്കണ്. പിന്നെ നമ്മൾ അപ്പുറത്തായിട്ട് കുറച്ച് കസ്തൂരി മഞ്ഞളും ഉണ്ടായിരുന്നു, അതും നോക്കേണ്ടേ. അതും അപ്പുറല്ലേ. അത് മോനെന്ന് ഇപ്പം വേണ്ട, ചോദിച്ചിട്ട് മതി, ഇപ്പം തൽക്കാലം ഇത് മതി. അങ്ങനെ അവർ പച്ചമഞ്ഞൾ ഷമ്മാസ് അതിൻ്റെ തൊലികളൊക്കെ ഒന്ന് ചുരുണ്ടി കൊടുക്കുന്നു. ഉമ്മ, എൻ്റെ കയ്യിലാകും മഞ്ഞ കളറ്. മോനെ, എൻ്റെ കുട്ടിയെ തൊടണ്ടല്ലോ, ഉമ്മ ഇതാക്കിക്കൊണ്ട് ഉമ്മ അവിടെ വെച്ചാളെ കേട്ടോ, ഉമ്മാൻ്റെ കുട്ടി അവിടെ വെച്ചാളെ. എന്നാൽ റുക്കിയാത്ത തേക്കലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നു. പച്ചമഞ്ഞൾ കിട്ടിയോ? പൊന്നാരൻ്റെ ആയിഷു, എന്നെ സഹായിക്കാൻ എൻ്റെ മോനുണ്ടല്ലടി എമ്പാടും. ഇപ്പോൾ കണ്ടില്ലേ, മൂത്തച്ചിക്ക് വേണ്ടി പച്ചമഞ്ഞൾ വരെ ഓൻ പറിച്ച് കൊടുന്ന് വരണ്ടി ഉണ്ടാക്കണ്. ഏതായാലും എനിക്ക് തിരക്കടില്ല, ഇങ്ങനൊരു മോനെ കിട്ടിയില്ലേ. ഇതിനുമാണ് ആൺകുട്ടികൾ കൂട്ടൊക്കെ. ചിലവരാണെങ്കിൽ വൈക്ക് കാണൂല. എൻ്റെ ഒരു മോനൊരുത്തനുണ്ട്, ഓനെന്നൊക്കെ എന്തിനും കിട്ടണ്, ഒരു കാര്യത്തിനും കിട്ടൂല. എന്നാലും ഓന് ഇതൊക്കെ റെഡിയാക്കിയല്ലോ. എന്നാൽ അപ്പോഴേക്കും ഷമ്മാസ് തേങ്ങ പൊളിക്കുവാൻ വേണ്ടി പോയിരുന്നു. അവൻ 2-3 തേങ്ങയും പൊളിച്ചെടുത്തു. മോനെ, ഇനിയിപ്പോൾ നാളെ തേങ്ങാപ്പാലെടുക്കുക. ഒന്നുകൊണ്ട് ചിരണ്ടിയപ്പോൾ മെഷീന് വർക്ക് ചെയ്യുമോ എന്താവും, എന്നെക്കൊണ്ട് കൈവിലായ്മ വെച്ച് കാണ്ട് ചിരണ്ടാൻ. അത് കറണ്ടിനുള്ളതൊക്കെ തന്നെ പിടിച്ചു കൊടുത്താലൊക്കെ മതി. കയ്യിൽ നല്ലോ ബലം വേണം. ആണുങ്ങൾക്ക് അതൊക്കെ നടക്കുള്ളൂ, പെണ്ണുങ്ങളെ കൊണ്ടൊന്നും കഴിയും. എന്നാൽ നുസൈബ പിടിച്ചാൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ട്, പൊന്നാര പെണ്ണേ, ഇത് കൈ കേടെടുത്തണ്ട, നല്ല ശക്തിമാണേ. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ ശക്തി ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ ഈ സാക്ഷിക്കണ കാര്യത്തിലും പെണ്ണുങ്ങളാണെങ്കിൽ 4 വേണം അങ്ങനെയൊക്കെ പറയില്ലേ. അതേപോലെ എന്തും തന്നെ പെണ്ണുങ്ങൾക്ക് വാരിലോണ്ട് സൃഷ്ടിച്ചല്ലേ, അത്രയൊക്കെ തന്നെ ഓൾക്ക് കരുത്തുണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ എത്ര പെണ്ണുങ്ങളാണ് ഉയരത്തിൽ വേണ്ടിയത്, ഓൾക്ക് സ്ത്രീ ശാസ്ത്രീകരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര സമരം ചെയ്താലില്ലെങ്കിലും പെണ്ണുങ്ങളെ തട്ട് എപ്പോഴും 2ാം സ്ഥാനത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ എത്ര വലിയ പൈസക്കാരും ഇതൊക്കെ ആണെങ്കിലും തന്നെ, എന്താണെങ്കിലും തന്നെ ആണിൻ്റെ ആ ഒരു ശക്തിയും കാര്യങ്ങളും ഓലെ മനസ്സുറപ്പും പെണ്ണിനുണ്ടാവില്ല. അല്ലാ, ഏതായാലും ഞാൻ പറഞ്ഞ ചൈമിനും തൊടാൻ പോകണ്ടെന്ന് പറഞ്ഞിക്കുള്ളൂ. ഇമ്മ ചിരണ്ടട്ടെന്നൊക്കെ ചോദിച്ചിരുന്നു. ഏതായാലും ഇനി ഇൻഷാ അല്ലാ ഇന്ന് വൈകുന്നേരമൊക്കെ ചിരണ്ടി വെക്കാം. എന്നാൽ ഈ സമയം സൗദിയുടെ അടുത്തേക്ക്, എടി കുളിച്ചാൽ നമുക്ക്. ഐഷുവോ എവിടെടി? 40 മരത്തിൻ്റെ വെള്ളവും ചുടുവെള്ളമൊക്കെ കൊണ്ട് എടുത്തുവിട്. അത് ഞാൻ എടുത്തോളാം, അതുകൊണ്ടുണ്ട്, ഞാൻ എടുത്തോളാം. അപ്പോൾ തന്നെ കുളിക്കുവാനുള്ള വെള്ളമെല്ലാം
അതാ അവർ തന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി വെക്കുന്നു. ഈ നാൽപ്പാമരത്തിൻ്റെ വെള്ളയിട്ട് കുളിച്ചാൽ നല്ല ഫലമാണ്. ഈ നെയ്യോണ്ടും കൊയമ്പോണ്ടൊക്കെ നമ്മൾ തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാൽപ്പാമരം ഇട്ടുകാണ്ട് ഇങ്ങോട്ട് മുക്കി ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സുഖമാണ്. അങ്ങനെ അതൊരു 8-10 ദിവസമാണ് ഒഴിഞ്ഞിട്ട് നല്ല ശരീരത്തിൽ നീരും കാര്യങ്ങളും പോകാനും വേദന വരുത്തൊക്കെ പോകാനൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണ്. അങ്ങനെ അത് സൗദിയെ കുളിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നു. പെട്ടെന്ന് സൗദിയുടെ കുഞ്ഞുണർന്ന് ഷമ്മാസ് ഉമ്മ കുഞ്ഞ് മോനെ ഒന്ന് പോയെടുത്താ ഉമ്മാൻ്റെ കുട്ടി. അങ്ങനെ അതാ ഷമ്മാസ് കുഞ്ഞിനെ എടുത്തു. ഓ എന്താന്നല്ലേ അല്ലേ? അല്ല മോനെ നമ്മളെ മോള് ഉറക്കളം നോക്ക്. ഇല്ലമ്മ ഓള് നല്ല ഉറക്കാണ്. അല്ല എന്തേ കോളേജിൽ പോയിട്ട് എന്താ മട്ടം? എല്ലാവരും കൂടെ ഓളങ്ങോട്ട് പൊതിയണുമ്മ. അത് കുഞ്ഞുണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അതിലേറെ അത്ഭുതം. കാരണം അത് പിന്നെ ഇല്ലാക്കും എൻ്റെ പൊന്നാര കുട്ടിയെ ഓളിവിടെ വന്നതന്നല്ലേ കണക്ക്. കല്യാണം കഴിഞ്ഞ 10-ാം മാസം ഓള് പെറ്റിക്കണ്. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടില്ലല്ലോ. ഏതായാലും എല്ലാം പഠിച്ചോൻ്റെ അനുഗ്രഹം തന്നെ. അതൊക്കെ വേണ്ട കയ്യേന്നെ ഒരു കുട്ടി വേഗം ഉണ്ടായി കിട്ടുന്നത് വലിയ ഭാഗ്യം തന്നെയാണ് എൻ്റെ പൊന്നാര ഷാമോനെ. അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ നിയമത്താണ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി. അങ്ങനെ അത് കുളി കഴിഞ്ഞ് സൗദ അതാ പുറത്തേക്ക് വന്നു. എന്നാൽ റുക്കിയാത്ത പറഞ്ഞു, എടീ ആയിഷോ എന്നാൽ ഞാൻ പോട്ടെട്ടാ, ഓളെ മുടിയൊക്കെ നല്ലോ ഞാൻ തോത്തി കൊടുത്തേക്കണം. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ തിന്നാളെന്താ വെച്ചാൽ കൊടുത്താട്ടെ, കാല് നീട്ടി അവിടെ ഇരുന്നോട്ടെ കുറച്ച് നേരം. ഉമ്മ അപ്പോഴേക്കും അവൾക്ക് കുടിക്കുവാനുള്ള ഉലുവാക്കഞ്ഞി അപ്പോൾ തന്നെ കൊണ്ടുപോയി കൊടുത്തു. റുക്കിയത്താക്കും ഭക്ഷണം കൊടുത്തു. എന്നാടി നാളെ വരാം. ആയിക്കോട്ടെ ഇൻഷാല്ല. കുറച്ച് നേരത്തെ വരാൻ പറ്റുമോ നോക്കേണ്ടിടി. ഇപ്പോൾ ഈ ചൂടല്ലേ, ഇപ്പോൾ വെയിൽ ചൂടായി വരുമ്പോഴത്തേനെ ഇന്നാലാകുമ്പോഴത്തേനും കുളി എന്തൊക്കെ കയ്യണ്ടിച്ച് കുറേ നേരം വൈകുന്നു. കുറച്ച് നേരത്തെ പോരിട്ടാ എൻ്റെ പൊന്നാർ റുക്കിയ. ഞാൻ വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ട് എത്തി കിട്ടുമ്പോഴത്തേനെ കുറച്ച് നേരം വൈകുകയാണ്. ചിലപ്പോൾ എന്തെങ്കിലും അവിടേക്കും മുടക്കുന്ന മുടി കളയാനും കുളിപ്പിച്ചാനൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അപ്പം ഞാനവിടെ ചെല്ലും ചെയ്യും. അതുകൊണ്ടാണ് ഏതായാലും നാളെ നേരത്തെ കാലത്തെ വരാൻ നോക്കാം. അല്ലടി എനിക്കുള്ള പൈസ എങ്ങനെയാണ്? എനിക്ക് അന്നന്നൊക്കെ വേണോ അതോ? എന്നാൽ പിന്നെ അതൊന്ന് തന്നാളി. എന്നാൽ പിന്നെ അത് ആഴ്ചക്ക് ആവുമ്പോഴേ ചിലപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വല്ല ആവശ്യമൊക്കെ വരികയാണെങ്കിലോ. എത്രയപ്പം എൻ്റെ പൈസ? എൻ്റെ പൊന്നാരൻ്റെ ആയിഷു എന്നോട് ഞാനങ്ങനെ കണക്ക് പറയുമോ? കണക്കിനൊക്കെ ഇപ്പോൾ എമ്പാടുണ്ട്. പലരും പല കണക്കാണ് തരുന്നത്. അപ്പം ഞാനായിട്ടത് പറയില്ല. അല്ല എത്ര വെച്ചാൽ പറയും. അതിൻ്റെ കണക്കും കയ്യൊക്കെ ഒന്ന് കിട്ടണമല്ലോ. ഞാൻ അത് പറയില്ല. ഇഞ്ചിപ്പോൾ എത്ര തരുന്ന വെച്ചാൽ തന്നാളാ. അന്നിപ്പോൾ നമ്മളെ നുസൈബാൻ്റെ കുട്ടീനെ കുളിപ്പിച്ചാൽ പിന്നെ ഓളെ കുളിപ്പിച്ചാൽ കൊണ്ടുവരുന്ന ദിവസമൊക്കെ 500 ഉറുപ്പ്യ 500-600 ഉറുപ്പ്യ എനിക്ക് തന്നീനു. ഇപ്പോൾ പിന്നെ കുറച്ചായില്ലേ. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ യുദ്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ എണ്ണക്കും ഇതൊക്കെ വില കൂടി നിൽക്കല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് ഈ വണ്ടിക്ക് വരവും പോക്കൊക്കെ പോയി നല്ല ചാർജ് കൂട്ടുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാത്തിനും വില കൂടിയിരിക്കണില്ലേ. അപ്പോൾ പിന്നെ ഞങ്ങളെ പണിക്കായിട്ട് വില കൂടാതിരിക്കുമല്ലോ. എന്നാൽ അജ്ജ് പറഞ്ഞോ എനിക്ക് എത്രയും വേണ്ടി വെച്ചാൽ പറഞ്ഞു. ഒരു 700-750 തന്നാളാ. ഇനിയിപ്പോൾ എന്തേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ആക്കുക. അങ്ങനെ അതാ ഒരു കുഞ്ഞിനെയും കുട്ടിയെയും കുളിപ്പിക്കുവാൻ വേണ്ടി 800 രൂപ തന്നെ അതാ ആയിഷുമ്മ കൊടുത്തു. എടി ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടേ പറയാനിട്ടേ, കാരണം കണക്കായിരിക്കണേ. അതുകൊണ്ട് ആയിക്കോട്ടെ എന്നാ 2 തേങ്ങ കൊണ്ടേക്കോ. റുക്കിയാത്താക്ക് 2 തേങ്ങയും അതാ 10,000-ത്തിൽ നിന്ന് ഉമ്മ എടുത്തു കൊടുത്തു. ഷമ്മാസ് ചോദിച്ചു, അല്ലുമ്മ ഈ 10,000-ത്തിലൊക്കെ എന്തിനാ തേങ്ങ വെച്ചത്? അല്ല മോനെ നമ്മൾ കുറച്ച് ആട്ടാനുള്ളതും ഉണക്കാനുള്ളതും അതൊക്കെ ഇങ്ങനെ ഞാൻ മാറ്റി വെക്കും. കുറച്ച് 10,000-ത്തിൽ അവിടെ എടുത്തു വെക്കും. ഏതായാലും ഒഴിഞ്ഞെടുക്കണ പഴയ 10,000-അല്ലേ. അല്ലുമ്മ അതിൽ കുറേ ചെമ്പ് പാത്രങ്ങളൊക്കെ. അതിൻ്റെ പൊന്നാര കുട്ടിയെ അത് ഞാൻ വിൽക്കാൻ വെച്ചേക്കണ്. വിൽക്കാനോ? ആരമ്മ പറഞ്ഞത്? അതേ മറ്റേ ഇവള് ജമീലാൻ്റെ മരുക്കൾ നാളുകൊണ്ട് വന്നപ്പോൾ മരുവോളും ഓളെ അഞ്ചത്തൊക്കെ വന്നപ്പോൾ നല്ല വില കിട്ടും ഇപ്പോൾ കൊടുത്താൽ എന്നൊക്കെ പറഞ്ഞ പോലെ കൊടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞ എല്ലാം കൂടി നിങ്ങൾ തന്നെ എടുത്തുകാണ്ട് ഒരു ചാക്കിലാണ്ടാക്കി വെച്ചാളി പറഞ്ഞു. ശരിക്കും ഷമ്മാസ് ഞെട്ടി. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ അവിടെ വെച്ചുകൊണ്ട് നിൽക്കണ്ട, നിങ്ങൾ വേണമെങ്കിൽ വിറ്റോളി, അത് ഞാൻ എൻ്റെ പൈസ ഒന്നും വേണ്ട, കാരണം അത് ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെ ഇരിക്കലെന്നേക്കാരോ, നിങ്ങൾക്ക് എന്തേ ആവശ്യത്തിന് എടുത്തോളി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ഷമ്മാസ് ഞെട്ടി. എന്നിട്ട് കൊണ്ടുപോയോ? കൊണ്ടേക്കണിപ്പോൾ ഞാൻ നോക്കിയിട്ടുമില്ല. ഓലങ്ങനെ ചാക്കിലാക്കണൊക്കെ ഞാൻ കണ്ടീനു. എൻ്റെ പൊന്നാരുമ്മ എത്രയാണ് അതിൻ്റെയൊക്കെ വില? അതിനെന്താടാ അത് സാരമില്ല. ഓലെങ്ങനെയെങ്കിലും അതായിട്ട് വിറ്റ് ജീവിച്ചോടൊക്കെ എന്താ പെര നന്നാക്കണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരുന്നു. പെര നന്നാക്കാൻ. അതുകൊണ്ട് പെര നന്നാക്കാൻ എന്ത് കിട്ടണു എനിക്കറിയില്ല. ഉമ്മ അത് നല്ല ഒറിജിനൽ ചെമ്പും അതുപോലെ തന്നെ പിച്ചള അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇല്ലായിരുന്നോ?
അത് സാരമില്ല മോനെ, അതാണ്ട് കൊടുത്ത് ഞാൻ ഓരോട് പറഞ്ഞു, നിങ്ങളെ മട്ടം പോലെ ഞങ്ങൾക്ക് പെര നന്നാക്കാനാണ് പറ്റേക്കണ് പെര എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ എന്ന് കരുതിയാണ്ട് കൊടുത്തീനു. ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. റബ്ബേ, എൻ്റെ ഉമ്മ ഇങ്ങനെ കൊടുക്കൂട്ടോ, ഇങ്ങനെ കൊടുത്ത് അല്ല കൊടുക്കണതിന് കുഴപ്പമില്ല, പക്ഷേ അത് അവർക്ക് കൊടുത്തിട്ടാണ് വല്ലാത്തൊരു ഇടങ്ങാറ്. അവർക്ക് കൊടുക്കാൻ പാടില്ലേനു. അവരങ്ങനത്തെ കാണാതെയും കൊണ്ടുപോകുന്ന ആൾക്കാരല്ലേ. ആ ടീം അങ്ങനെ ആയതുകൊണ്ട് അന്നിപ്പോൾ റാഹില ഇവിടെ കുറച്ച് നല്ല മട്ടത്തിലൊക്കെ നിന്നേന്. അല്ലമ്മ, ആ താത്ത അവിടെ നിന്നതിൻ്റെ ശേഷമാണോ, റാഹിൽ നിന്നതിൻ്റെ ശേഷമാണോ? ആ റാഹിൽ എങ്ങനെ ഓരോന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്, എന്താ പെരൻ്റെ സ്ഥിതിയൊക്കെ വളരെ പരിതാപകരമാണ്, അങ്ങനെയാണ്, ആങ്ങൾക്കാണെങ്കിൽ പണിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ പിന്നെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അപ്പം എന്നോട് ചോദിച്ചത്, അല്ല താത്ത ഇതൊക്കെ അങ്ങനെ വെക്കാനുള്ളതാ, ഇത് നിങ്ങൾ മാണ്ടാതെ ഇവിടെ കെടുക്കുകയാണോ, ഇത് വെറുതെ ഉണ്ടല്ലോ, നല്ല പൈസ കിട്ടുമല്ലോ ഇതിന് എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ അതൊക്കെ ചാക്കിലായി കളയാൻ്റെ ശ്യാമോനോടൊന്ന് പറയും ചെയ്യട്ടെ തന്നെ. ഞാൻ പിന്നെ എന്നോട് പറയാൻ വിട്ടുപോയി മോനെ. ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അതെ, അവരത് കൊണ്ടുപോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഉമ്മന്നെ കണ്ടറിഞ്ഞ് കൊടുത്തതായതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും പറയാനും വയ്യ. ഉമ്മ വലിയൊരു സംഖ്യക്കുള്ള മുതലുണ്ടായിരുന്നത്, അത് ഓരോരുത്തർ കൊടുക്കേണ്ടില്ലായിരുന്നു, നേരിട്ട കടകളിലാണ് കൊടുത്താൽ മതിയായിരുന്നു, എന്നാൽ അതിലേറെ വിലയും കിട്ടീനു. എൻ്റെ പൊന്നാര മോനെ, എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പോഴും ഈ പ്രാരാബ്ദമില്ലായ്മ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇങ്ങോട്ട് കൊണ്ടേക്കോളി, ഞാൻ താത്താനെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടിന്. എന്തായി ഏതായി പിന്നെ അതിനെക്കുറിച്ച് വിവരമൊന്നുമില്ല. ഓ അങ്ങനെ അപ്പോൾ ഉമ്മാക്ക് 10,000 തേങ്ങ ഇടാനായില്ലേ? ആ തേങ്ങ ഞാൻ അതിൽ ഇട്ട് വെക്കണ മറ്റൊന്നുമല്ല, ഈ ആൾക്കാരിങ്ങനെ വരുമ്പോഴേ മുന്നേക്ക് ഇങ്ങനെ കൈ നീട്ടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പൈസ ചിലപ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അരിയും തേങ്ങയാണ് കൊടുക്കും. അരിയും തേങ്ങയും കൊടുത്താൽ ഇപ്പോൾ ഒരു നേരത്തിനുള്ള ചോറിനുള്ളതും ആയി, ഒൽക്കി ഒരു നേരം കൂട്ടാൻ വെക്കാനുള്ളതും ആയി, ചിലപ്പം കുറച്ച് പൈസ കയ്യിലുണ്ട് അതുകൊണ്ട് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ ഒരു തൃപ്തിയാണ് ഒൽക്ക്. അങ്ങനെ വെക്കണതാണ് മോനെ. കുറച്ച് ഈ തേങ്ങ 10,000 നമുക്ക് അരക്കാനും ഇതിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ആവില്ലല്ലോ. കുറേ തേങ്ങ അരച്ച് കൂട്ടി കുറേ ആട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കി തലയിൽ തേച്ച് കുളിച്ചുണ്ടിട്ട് നമുക്ക് അതിന് ഒരു പ്രതിഫലവും ഇല്ല. നേരെ മറിച്ച് ആ എടുത്തച്ച തേങ്ങയിൽ നിന്ന് 2 എടുത്തുകാണ്ട് ദാനം ചെയ്യുകയാണെങ്കിലോ അത് ഇവിടെ നമുക്ക് എഴുതപ്പെടും, അതിന് കൂലിയുണ്ട്. അപ്പോൾ ഏതാ ലാഭം? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടുള്ള മാറ്റി വെച്ചത്. ഇതൊക്കെ പിന്നെ നമ്മളെ മുതൽമൊന്നും ഇങ്ങനെ കിട്ടുകയല്ല, നമുക്ക് കൊടുക്കാൻ നിർബന്ധമാണല്ലോ. ഉമ്മ അതൊക്കെ കറക്റ്റ് ടൈമിന് കൊടുക്കാറുണ്ടല്ലോ. ആണ്, ശരിയാണ്. എന്നാലിപ്പോൾ നമ്മൾ മുന്നേക്ക് കൈ നീട്ടി വരുമ്പോഴേ ഞാൻ അപ്പോൾ നോമ്പിൽ ഇത്രയും പെണ്ണുങ്ങളൊക്കെ വന്നൂൽക്കൊക്കെ ഉള്ള അരിയും തേങ്ങയും പൈസയൊക്കെ കണ്ട് കൊടുത്തേക്കേനു. ഇനിയിപ്പോൾ എന്താ മട്ടം പോലെ കാട്ടിക്കോട്ടെ ചിട്ട്. ഉമ്മാൻ്റെ ആ ഒരു ദാനശീലം കണ്ട് ശരിക്കും ഷമ്മാസ് തന്നെ ഞെട്ടിപ്പോയി. എന്നാൽ ഈ സമയം സൗദാ മോളെ, സൗദാ. ആ ഉമ്മ. അല്ല എന്തായി, ഒരു കഞ്ഞി കുടിച്ച് കഴിഞ്ഞോ? ആ ഉമ്മ കുറച്ചും കൂടി ഉണ്ട്. ആ നല്ല പളർച്ച കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പാര മതി മതി. അവളതാ ഉലുവാക്കഞ്ഞി കുടിക്കുന്നു. എന്നാൽ ഈ സമയം ഷമ്മാസിനോട് ഉമ്മ പറഞ്ഞു, അല്ല മോനെ, അറ്റങ്ങളുടെ സ്ഥിതി എന്താണെന്ന് അവന്മാരുടെ കുട്ടി ഒന്ന് പോയി നോക്കി കേട്ടോ, പോയി നോക്കിയിട്ട് മാണ്ടന്മാരെന്താ വെച്ചാലൊക്കെ ആക്കി കൊടുക്കി. നമ്മൾ ഒരാൾ ബുദ്ധിമുട്ടാണ്, നമുക്ക് പൂതിയില്ലല്ലോ കാണാൻ, എല്ലാവരും ഒരുപോലെ ആകണം എന്നതാണ് എൻ്റെ മനസ്സത്തെ ഒരു നീയത്ത്. ഉമ്മാൻ്റെ കുട്ടികളൊക്കെ ഒന്ന് ഉണരുമ്പോഴത്തേന് ഞാൻ നോക്കിക്കൊണ്ട്, ഞാൻ പ്രശ്നമില്ലല്ലോ, ഓളെ സൗദ നോക്കും, ഓനെ സൗദ നോക്കൂ, ഓളെ ഞാനും നോക്കും, ഉമ്മാൻ്റെ കുട്ടി ചെല്ലി. എന്നാൽ സൗദ ഇത് ശ്രദ്ധിച്ചു. എങ്ങോട്ട് ചെല്ലണ കാര്യമാണ് ഈ പറയണത്? ഉമ്മാൻ്റെ കുട്ടി എന്താ വെച്ചാൽ ആവശ്യമുള്ളതൊക്കെ ചെയ്ത് കൊടുക്കട്ടോ, ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്, ഓൾക്ക് എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ഒക്കെ ചെയ്ത് കൊടുക്കണം. പിന്നെ പാവങ്ങളാണ്, എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആ വീടിൻ്റെ കാര്യത്തിലൊക്കെ ചിന്തത്ത് ചെയ്യും, എന്താ ഓടുന്നൊക്കെ നന്നാക്കി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ ഉമ്മാൻ്റെ കുട്ടി. നല്ല മട്ടത്തിന് നെയ്യത്തും വെച്ചുകൊണ്ട് എപ്പോഴും നല്ലൊരു നെയ്യത്തുമാണ് നമുക്ക്. എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും പഠിച്ചോനെ ഇത് നീ സ്വീകരിക്കണമല്ല, നിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്, അല്ലാതെ നാട്ടുകാരെ കാണാനല്ല, ആർക്കുമല്ല, ഒരാൾക്കൊരു ഉപകാരം ചെയ്യണ റബ്ബേ, നീ ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചാണ് എന്നുള്ള നിലക്കാണ് ഞാൻ ചെയ്യണത് എന്നൊരു നെയ്യത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് പറയാനട്ടെ എപ്പോഴും. ഓ തള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ടില്ലേ, ആ പെണ്ണും പിള്ളൻ്റെ അടുത്തേക്ക് പോവായിട്ട് വിസ്മിൻ ചൊല്ലി പോകണം, വിസ്മിൻ ചൊല്ലി കൊടുക്കണമെന്ന്. തള്ളന്നെയാണ് മോനെ കേടെടുത്തുന്നത് കൊണ്ട് ഏതായാലും നുസൈബ് അങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം
ഇപ്പം അത് പോയി പോയി പകലും പോക്ക് തുടങ്ങിയേക്കണ്. മറ്റത് രാത്രിയേനു പോയിൻ്റെത്. ഛേ, ഇപ്പം പകൽ പോവേ. നല്ല ചാൻസ്. നുസൈബാണെങ്കിൽ ഇവിടെ ഇല്ല, ഓളാണെങ്കിൽ കോളേജിലേക്കും പോവും. അല്ല, ഈ ആയുഷ്യന്മാൻ്റെ വിചാരം ഇപ്പം എന്താ? മോനെ കൊണ്ട് വേറെ ആ പമ്പറന്നോളെ കെട്ടിപ്പിക്കണം എന്നുള്ള ചിന്ത എങ്ങാനുണ്ടോ? വല്ലാത്തൊരു പുതുമ റബ്ബേ. വേറെ ഒന്നുമില്ലെങ്കിൽ ഷമ്മാസ് എന്തിനാ ആ പമ്പറന്നോളെ കെട്ടാൻ നിൽക്കണേ? എന്നാൽ ഞാൻ പെടല്ലേ, എൻ്റെ മാപ്പിളിൻ്റെ വിളിയില്ല തെളിയില്ല. അങ്ങനെയാണെങ്കിൽ എന്നോട് കൂട്ടുകൂടിക്കൂടെ ഓനക്ക്? ഇതിപ്പോൾ അവിടെ പോയിക്കാണ്ട് ഓലെ ഹെൽപ്പ് ചെയ്യാനിപ്പോൾ ആരാ? അത് വേണമെങ്കിൽ കെട്ടിയിട്ടൊക്കെ ഉണ്ടാവും. ആർക്കറിയാം, രഹസ്യമായിട്ട് വല്ല രജിസ്റ്റർ വിവാഹമായിട്ട് കഴിഞ്ഞേക്കണം, ആർക്കറിയാം. പാവൻ നുസൈബ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സംഭവം ഓളോടൊന്ന് ഓതി കൊടുക്കണം. ഓൾ എന്ത് കരുതിയിട്ട് ഈ ഡോക്ടറാകാൻ പോണത്? ഓൾ ഡോക്ടറാകാൻ പോകണ്ടല്ലോ. എന്തെങ്കിലും ഒരു ക്ലൂ കൊടുത്താൽ ഓൾക്ക് അപ്പോൾ കണ്ണീരേക്കാരം. ഓൾ ഡോക്ടറാനോ അതിന് ഇതിനൊക്കെ ഒറ്റയ്ക്ക് പുതിയാപ്പിള നാട്ടിൽ പെരിയിലിട്ടുകാണ്ട് പഠിച്ചാൻ പോവുക എന്ന് പറയും. പുതിയാപ്പിളാണെങ്കിലോ തരം കിട്ടിയാൽ സത്താറിൻ്റെ പെണ്ണുങ്ങളും തേടിത്തരഞ്ഞ് നടക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ഉമ്മ ഇവിടെ കൂട്ടും. ഏതായാലും റബ്ബേ വല്ലാത്തൊരു പുതുമന്നെ. എന്നാൽ ഈ സമയം ഷമ്മാസ് അതാ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കുന്നു. വീണ്ടും ഐഷുമ്മ, മോനെ പിന്നെ ഏതായാലും പറഞ്ഞില്ലല്ലോ എനിക്ക് പുതിയ പെരയിൽ നിൽക്കാൻ തന്നെയാണ്, പയ്യയിൽ നിൽക്കാനാണ് ആഗ്രഹം. ഇനി പയ്യനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കാണ്ട് ഉമ്മാൻ്റെ കുട്ടി ഒന്ന് പറഞ്ഞാലിട്ടാ കാര്യങ്ങളൊക്കെ എങ്ങനെ വെച്ചാൽ നമുക്ക് വേണ്ടത് ചെയ്യുക ഒക്കെ. ഇനി പുതിയ വീട് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ അതിനനുസരിച്ച് നമുക്ക് അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഏതായാലും ഇപ്പോൾ തൽക്കാലം ഇതിമ്മത്തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയിട്ട്. ഉമ്മ ആയിക്കോട്ടെ, ഉമ്മ എല്ലാം ഏതായാലും പറഞ്ഞു തരുന്നുണ്ട്. ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ കാര്യം വരെ മറന്നു പോയിനു. പൊന്നാര കുട്ടി എങ്ങനെ മറക്കുക? നമ്മളൊരിക്കലും മറക്കാൻ പാടില്ലല്ലേ. നമ്മൾ പാവങ്ങളെയും അഗതികളെയും അശരണരെയും ഒന്നും മറക്കാൻ പാടില്ല. നമുക്ക് നാളെ സ്ഥിതി എങ്ങനെ വരാം ഒന്നും പറയാൻ പറ്റൂല. ഏതായാലും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി. അങ്ങനെ ഏതാ ഷമ്മാസിനെ യാത്രയേക്കുന്നു ഉമ്മ. എന്നാൽ സൗദ ചിലതൊക്കെ കണ്ടുപിടിച്ചു. ഇതിപ്പോൾ തൽക്കാലം നുസൈബാനെ പറഞ്ഞയച്ചിട്ട് ഷമ്മാസ് സത്താറിൻ്റെ വൈഫിനും തേടി പോവുകയാണല്ലേ. ഇന്ന് എന്തായാലും ഓളെ നല്ലൊന്ന് ചൂടാക്കണം. ഓൾ എന്ത് കരുതിയിട്ട് ഇവിടെ നിൽക്കണത്? ഓൾക്ക് ഇറങ്ങിപ്പോയിക്കൂടെ? ഓൾക്ക് ഇറങ്ങി പോവല്ല നല്ലത്. ഓൾ ഇവിടെ പിന്നെയും ഇങ്ങനെ കരഞ്ഞ് ഇവിടെ നിൽക്കും. തീരെ ഒരു ധൈര്യം ഓൾക്കില്ല. ആദ്യം അങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ലേ, എത്ര കാട്ടിയാലും പറഞ്ഞാലും ഇതാക്കൂല, അവിടെ തന്നെ നിൽക്കും, ഉമ്മാൻ്റെ കട്ടിൻ്റെ ചോട്ട് കിടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഓളെ ജീവൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിക്കണേ. ഇപ്പോൾ അതാ ഇമ്മട്ടൊക്കെ ഞാനൊക്കെ ആണെങ്കിൽ പിറ്റേന്ന് തന്നെയാണ് തെറ്റിപ്പിരിഞ്ഞ് അന്ന് തന്നെ ഇറങ്ങി പോവും. അപ്പം തന്നെ ഇത്രയും ആ പോത്തിൻ്റെ ചെവിയിൽ ഞാൻ വേദം മോദിയിട്ട് ഓളിതാ രണ്ടാളും നല്ല മട്ടത്തിൽ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടു കൂടി കൊണ്ടാക്കലും കൊണ്ടരലും. എന്താന്നില്ലേ ഇവൾക്ക് തീരെ ഏറ്റിട്ടില്ലേ? അല്ലെങ്കിൽ ഓനോടൊരു വാക്ക് ചോദിച്ചു നിങ്ങൾ എവിടേക്ക് രാത്രി പോയത് എന്നുള്ളത്. അതും ആ പോത്ത് ചോദിച്ചില്ല. ഏതായാലും വല്ലാത്തൊരു പുതുമന്നെ. എന്നാൽ സൗദ ചിലതൊക്കെ മനസ്സിൽ കൂട്ടിവെച്ചു. നുസൈബ് വരട്ടെ, എല്ലാം പറഞ്ഞു കൊടുക്കണം. തള്ളിയും മോനും ഒത്ത് സത്താറിൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് പോകാൻ പറയണതും അതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓള് എപ്പോഴും ഉമ്മ 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 എന്ന് പറഞ്ഞ ഉമ്മ തലയിൽ വെച്ച് നടക്കണതല്ല ഉമ്മാൻ്റെ പണി ഇതന്നെയാണ്. മോനെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കലാണ് എന്നുള്ള എന്തായാലും പറഞ്ഞു കൊടുക്കണം. സൗദയുടെ ദുഷ്ട മനസ്സിലെ ചിന്തകൾ പെരുകിക്കൊണ്ടിരുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. നുസൈബയോട് ഇവളിത് പറയുമ്പോൾ എന്തായിരിക്കും നുസൈബയുടെ പ്രതികരണം? സത്യത്തിൽ ഷമ്മാസ് എങ്ങോട്ടാണ് പോയത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാ. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.